വെള്ളം എന്ന വാക്കിന് എബ്രായ ഭാഷയിൽ മയീം എന്നാണ് പറയുന്നത്. ഗ്രീക്ക് ഭാഷയിൽ ഹുഡോർ എന്നും പറയും. ഹൈഡ്രജൻ ഓക്സൈഡ് ആണല്ലോ ജലം. ഘന, ദ്രവ, ബാഷ്പരൂപങ്ങളിൽ ഇത് കാണപ്പെടുന്നു. ഭൂമിയുടെ 4/3 ഭാഗവും വെള്ളമാണ്. അസാധാരണമായ ഗുണങ്ങളാണ് വെള്ളത്തിനുള്ളത്. തണുത്തുറയ്ക്കുമ്പോൾ വികസിക്കുന്നതിനാൽ മഞ്ഞുകട്ട വെള്ളത്തിൽ ഒഴുകുന്നു. മഴക്കാലത്ത് പലസ്തീനിൽ വേണ്ടുവോളം വെള്ളം കിട്ടും. പലസ്തീനിലെ മണ്ണ് അധികവും ചുണ്ണാമ്പുകല്ലും ഊഷരവുമാണ്. തന്മൂലം മഴവെള്ളം മുഴുവൻ വേഗം വാർന്നുപോകും. തോടുകളെല്ലാം ഉണങ്ങി വരളുകയും തടാകങ്ങൾ അഴുക്കുവെള്ളം നിറഞ്ഞ കുളങ്ങളായി മാറുകയും ചെയ്യും. യോർദാന് പടിഞ്ഞാറുള്ള ചില ആറുകളിൽ മാത്രം വർഷത്തിൽ എല്ലായ്പ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. ദാഹം മാറ്റുകയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. സങ്കീർത്തനം 143:6. യാത്രക്കാർക്ക് തണ്ണീർ കൊടുക്കുന്നതാണ് വലിയ ആതിഥ്യം. മത്തായിയുടെ സുവിശേഷം 10:42. ചില സന്ദർഭങ്ങളിൽ ദൗർലഭ്യം കാരണം വെള്ളത്തിന് വില കൊടുക്കേണ്ടി വന്നിരുന്നു. സംഖ്യാപുസ്തകം 20:17-19. വിലാപങ്ങളുടെ പുസ്തകം 5:4. വെള്ളം മലിനമാകുകയോ പാകയോഗ്യമല്ലാതാകുകയോ ചെയ്യുന്നത് ജീവൻ അപകടം വരുത്തുന്നതാണ്. മിസ്രൈമിലെ ബാധകളിലൊന്ന് വെള്ളം രക്തമായതാണ്. പുറപ്പാട് പുസ്തകം 7:17. മാറായിലെ വെള്ളം കയ്പുള്ളതായിരുന്നതുകൊണ്ട് ഇസ്രായേല്യർക്ക് കുടിക്കുവാൻ കഴിഞ്ഞില്ല. പുറപ്പാട് 15:23. യെരിഹോവിലെ കിണറ്റിലെ വെള്ളം ചീത്തയായിരുന്നു. 2 രാജാക്കന്മാർ 2:19-22. ഏലീശ പ്രവാചകൻ ഉപ്പിട്ട് വെള്ളത്തെ പഥ്യമാക്കി. യുദ്ധകാലത്ത് ആക്രമണകാരികൾ ജലവിതരണം ഛേദിച്ചു കളയാറുണ്ട്. യഹോശാഫാത്ത് മോവാബിലെ നീരുറവുകളെല്ലാം അടച്ചു കളഞ്ഞു. 2 രാജാക്കന്മാർ 3:19-25. ഞെരുക്കത്തിൻ്റെ വെള്ളം ജല ദൗർലഭ്യത്തെയും ശിക്ഷയെയും കാണിക്കുകയാണ്. യെശയ്യാ പ്രവചനം 33:20, 1 രാജാക്കന്മാർ 22:27, 2 ദിനവൃത്താന്തം 18:26. ദൈവിക അനുഗ്രഹത്തിൻ്റെയും ആത്മീയ ഉത്തേജനത്തിൻ്റെയും പ്രതീകമാണ് വെള്ളം. സങ്കീർത്തനം 23:2, യെശയ്യാ പ്രവചനം 32:2, 35:6, 7, 41:18. ജലത്തിനായുള്ള ദാഹം ആത്മീയ ആവശ്യത്തെ വ്യഞ്ചിപ്പിക്കുന്നു. സങ്കീർത്തനം 42:1, 63:1, ആമോസ് 8:11. സ്വന്ത ജനത്തിന്മേൽ യഹോവയുടെ അനുഗ്രഹം അനിയന്ത്രിതമായി വർഷിക്കുന്നതിനെ കാണിക്കുകയാണ് ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് പുറപ്പെട്ട വെള്ളം. യെഹെസ്കേൽ പ്രവചനം 47:1-11. യഹോവ ജീവജലത്തിൻ്റെ ഉറവയാണ്. യെരമ്യാ പ്രവചനം 2:13, 17:13. യോഹന്നാന്റെ സുവിശേഷം 7:38 ജീവജല നദികൾ ഈ പ്രയോഗത്തെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രധാന ശുദ്ധീകരണോപാധിയാണ് ജലം. ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുഷ്ഠാനപരമായ കഴുകൽ അനിവാര്യമായിരുന്നു. പുരോഹിതന്മാരെ പ്രതിഷ്ഠിക്കുമ്പോൾ അവരെ വെള്ളം കൊണ്ട് കഴുകേണ്ടതാണ്. പുറപ്പാട് 29:4. ലേവ്യരെ ശുചീകരിക്കുന്നത് അവരുടെ മേൽ പാപപരിഹാര ജലം തളിച്ചാണ്. സംഖ്യാപുസ്തകം 8:7. പാപപരിഹാര ദിനത്തിൽ മഹാപുരോഹിതന് പ്രത്യേകം കുളി നിർദ്ദേശിച്ചിട്ടുണ്ട്. ലേവ്യ പുസ്തകം 16:4, 24, 26. ശുദ്ധീകരണ ജലവുമായി ബന്ധപ്പെട്ട പുരോഹിതനും കുളി നിർബന്ധമാണ്. സംഖ്യാപുസ്തകം 19:1-10. ആചാരപരമായ അശുദ്ധി മാറ്റുന്നതിന് വെള്ളത്തിൽ കുളിക്കണം. ലേവ്യ പുസ്തകം 11:40, 15:5, 17:15, 22:6, ആവർത്തനം 23:11. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ സമീപിക്കുവാൻ കഴിയുകയില്ല. ഈ സത്യം വെളിപ്പെടുത്തുകയായിരുന്നു സമാഗമന കൂടാരത്തിലെ താമ്രത്തൊട്ടി. പുറപ്പാട് 30:18-21. മരുഭൂമികളിൽ മൃഗതൃഷ്ണ ഉണ്ടാകാറുണ്ട്. ഈ പ്രതിഭാസത്തെ എബ്രായർ ഷാറാബ് അഥവാ താപം എന്ന് വിളിക്കുന്നു. മരീചിക യെശയ്യാ പ്രവചനം 35:7 ഇതിനെയാണ് കുറിക്കുന്നത്. ഒരു പൊയ്ക പോലെ തോന്നിപ്പിക്കുന്ന മരുഭൂമി സാക്ഷാൽ വെള്ളമായി തീരുമെന്നാണ് ഇതിൻ്റെ ആശയം.
കഷ്ടത സങ്കീർത്തനം 69 1, 124 4, 5, പീഡനം സങ്കീർത്തനം 88 17, ശത്രു സൈന്യം യെശയ്യാ പ്രവചനം 8 7, 17 13, മേഘം സങ്കീർത്തനം 104 3, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി യെശയ്യാ പ്രവചനം 12 3, 35 6, 7, 55 1, യോഹന്നാൻ 7 37 38, ദൈവക്രോധം ഹോശേയ പ്രവചനം 5 10 എന്നിവയ്ക്ക് ഉപമാനമാണ് വെള്ളം. ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളമാണെന്നാണ് സദൃശവാക്യം 20:5 വായിക്കുന്നത്. മരണത്തിൻ്റെ പ്രതീകമാണ് ഒഴിച്ചു കളഞ്ഞ വെള്ളം. 2 ശമൂവേൽ 14 വെള്ളം പോലെ തുളുമ്പുക ചാബല്യത്തെയാണ് കാണിക്കുന്നത്. ഉൽപ്പത്തി 49 4.